ഇതൊക്കെ ഇവർ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് വീടുകൾക്കൊക്കെ, എല്ലാ പരിപാടികളും നടക്കുന്നത്. അതായത് കുക്കിങ്ങും കിടത്തവും ആളുകൾ ദർശനത്തിന് വേണ്ടിയിട്ട് വരിക്കണുണ്ടോ. ഇവിടെ ചോള രാജാക്കന്മാർ, പാണ്ഡ്യ രാജാക്കന്മാർ, ചേര രാജാക്കന്മാർ പല്ലവരും അതുപോലെ തന്നെ ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവണ്ണാമല ജില്ലയിൽ പർവ്വതമല എന്ന് പറയുന്ന ഒരു മലേൻ്റെ ചുവട്ടിലാണ്. ഞാൻ ഇന്നലെ വലിയ ഹൈപ്പൊക്കെ തന്ന് നിർത്തിയ സ്ഥലമാണ്. പക്ഷേ സംഗതി മൊത്തത്തിൽ പാളിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, വണ്ടിയൊക്കെ ഫുള്ളായിട്ട് കെട്ടിപ്പൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. എന്താ പറയുക, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ശരിക്ക് ഇവിടെ ഒരു 4500 അടി ഹൈറ്റുള്ള ഒരു മലയുണ്ട്. അതിന് മേലൊരു ശിവക്ഷേത്രമാണ്. ക്ഷേത്രമായിട്ടൊന്നുമല്ല, ഒരു ശിവലിംഗം ഉണ്ട്. പിന്നെ അതിൽ നമ്മൾ തന്നെ പൂജ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ട്രക്കിംഗ് ഉണ്ട്. റോഡ് ഇവിടുന്ന് കുറച്ച്, ഇത് ഫോറസ്റ്റാണ്, പർവ്വതമല ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റ് എന്താ പറയുക, കുറച്ച് വഴിയുണ്ട്, കുറച്ച് ദൂരം കൂടി നമുക്ക് നിരപ്പായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് 7 കിലോമീറ്ററാണ് നമുക്ക് മല കുത്തനെ കയറാനുള്ളത്. കുറച്ച് അഡ്വഞ്ചർ ഉണ്ടായിരുന്നു അതിൽ. ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ആ വന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ വെക്കാവേ, അല്ലാതെ അപ്പോൾ ഇനി വേറെ ഓപ്ഷൻ അല്ല. നമുക്ക് എന്താ വെച്ചാൽ കയറാൻ പറ്റില്ല. കയറാൻ പറ്റാത്തത് എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഫോറസ്റ്റുകാരാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് നമ്മൾക്ക് ധാരാളമായിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോകാമായിരുന്നു. അന്നത്തെ പോലെയല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ബാഗിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് തരും. ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ ലാപ്ടോപ്പ് ഞാൻ ഈ വണ്ടിയിൽ ഇങ്ങനെ വെച്ച് പോകണം. ഈ വണ്ടിയിൽ ഇങ്ങനെ വെച്ച് പോകാമെന്ന് ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ പല വണ്ടികളിൽ നിന്നും സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പേഴ്സ് ഒക്കെ. ഇപ്പോൾ ഇന്നലെ ഇവിടെ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു ടീമുണ്ടായിരുന്നു, ഓട്ടോറിക്ഷയ്ക്ക് വന്ന്. ഓരും തന്നെ രാവിലെ കയറാൻ പറ്റാതെ എന്തോ ആയിട്ട് ഓരും തിരിച്ചു പോയേക്കാണ് ചെന്നൈക്ക്. അപ്പോൾ ഓര് പറഞ്ഞു ഓരോ പേഴ്സും അതുപോലെ തന്നെ ഡ്രസ്സുകളും ഒക്കെ അന്ന് പോയിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ മാസമാണ് സംഭവം നടക്കുന്നത്. അവരോട് പറയാം വണ്ടിയിലൊന്നും വെക്കരുത് തോന്നും. പക്ഷേ നമ്മുടെ വണ്ടിയിൽ ഫുൾ സാധനമാണ്, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്നാലും ഞാൻ പോകാൻ തന്നെ കരുതി. ലാപ്ടോപ്പും തോളിലിട്ട് പോയി. ഫോറസ്റ്റുകാർ അവിടെ നിന്ന് ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ മൊബൈൽ മാത്രം, ക്യാമറ അലൗഡില്ല, പ്ലാസ്റ്റിക് അലൗഡില്ല, ഇതൊന്നുമില്ല. ഇപ്പോൾ പഴയ പോലെയല്ല. പർവ്വതമല എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക മലയാണ്. അത് കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ സംഭവമാണ്. പക്ഷേ കയറി അതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഒരു കാഴ്ചയും വ്യൂ ഒക്കെ അത് അതിമനോഹരമാണ്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണത്, ഈ ഒരു മല കയറുക എന്നുള്ളത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പോവാം. അവിടെ ക്ഷേത്രമുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് കുത്തിവെച്ചിട്ടുള്ള ശിലകളാണ് അതൊക്കെ. എന്നാൽ പിന്നെ ഇറങ്ങാം അല്ലേ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിച്ച് നമ്മുടെ ഫാമിലിയിലൊരു മെമ്പർഷിപ്പ് ഇരിക്കുകയാണെ സബ്സ്ക്രൈബ് ചെയ്താണ്ട്. അതുപോലെ തന്നെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, നിങ്ങളുടെ എന്താ അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ഇറങ്ങുവാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ അതുവഴിയാണ് നമ്മൾ പോകേണ്ടിരുന്നത് കേട്ടോ. അത് ഇപ്പമായി ഞാൻ വരുന്ന സമയത്ത് ഈ കാണുന്ന റോഡ് ഇങ്ങനെയല്ല, ഓഫ് റോഡാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും അന്നില്ല. ഇതൊരു വില്ലേജ് തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു വില്ലേജിലെ ചെക്കന്മാര്, പയ്യന്മാര്, അത് ചെറിയ ചെക്കന്മാരാണ്. സ്കൂളിൽ പഠിക്കുന്ന പ്രായം എന്നൊക്കെയാണ് അവിടെ കട നടത്തുന്ന ചേച്ചിനോട് പറഞ്ഞത്. ഈ വണ്ടികളിൽ വന്നിട്ട് വണ്ടികളിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രവണത ഇവിടെ ധാരാളമായിട്ട് നടന്നു. അപ്പൊ അതിനുശേഷം ഇവിടെ ഈ ഭാഗത്തുള്ള ഏതൊരു വില്ലേജാണ്. അത് അവിടേക്ക് വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തെ ഒരു വഴി പോകുന്നുണ്ട്. അതിൽ ഞാൻ തോന്നും തിരുവണ്ണാമല പെരിയ കോവിലാണ്. തിരുവണ്ണാമല ജില്ലയിലെ വലിയ ക്ഷേത്രമുണ്ട് തിരുവണ്ണാമല. അത് ശിവക്ഷേത്രമാണ്, അതാണുള്ളത്. അപ്പോൾ അവിടേക്ക് ഇപ്പം ഇനി എന്തായാലും ഞാൻ പോകണില്ല. ഞാൻ നേരെ കാഞ്ചീപുരം പോവാണ്. നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല. പക്ഷേ ഇത് ക്ഷേത്രം അല്ലായിരുന്നു മെയിൻ. അതിന്റെ മേലിൽ നിന്നുള്ള ആ ഒരു കാഴ്ച, ആ ട്രക്കിങ്ങും ആ ഒരു കാഴ്ചയായിരുന്നു നിങ്ങൾക്ക് ഏതായാലും ആസ്വദിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഉറപ്പായിരുന്നു. തെന്മതിമ്മികൾ എന്ന് പറയുന്ന ആ ഒരു ടൗണ് നമ്മൾ പോയപ്പോൾ കണ്ടിരുന്ന ടൗണാണ്. ആ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വന്ന വഴിയാണ്. അതുപോലെ തന്നെ അതിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി തിരുവണ്ണാമലയിലെ പെരിയ കോവിലൊക്കെ പോവാം.
ഞാൻ എനിക്ക് എന്തെങ്കിലും കഴിക്കണം, പക്ഷെ എനിക്ക് ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിയട്ടെ. ഇപ്പൊ വിശപ്പില്ല, കാരണം ഞാൻ അതിന്റെ മേലേക്ക് പോകുന്ന കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റും കൂടി ചായ മേലേക്ക് പോക്കിട്ട് നടന്നതുമില്ല, അതുണ്ടായത്. അപ്പൊ പിന്നെ എനിക്കിപ്പോ വിശപ്പിനില്ല, അതായത് വയറ് നിറഞ്ഞിക്കൊന്നല്ല, ഇപ്പൊ കഴിക്കാൻ തോന്നുന്നില്ല. ഒരു കാളവണ്ടി ഞാൻ ഇപ്പോഴാ കാണണം കേട്ടോ. ഇത് കാളവണ്ടി പറഞ്ഞത് ലോഡും കാളവണ്ടിയാണ്, ലോഡ് കൊണ്ടുപോകണ കാളവണ്ടിയാണ്. ഈ വഴി നല്ല പാടശേഖരം കേട്ടോ, ഫുള്ളായിട്ട് വെള്ളം നിൽക്കുന്ന, അതായത് നമ്മുടെ നാട്ടിൽ നെൽകൃഷി ചെയ്യുന്നത് പോലെ തന്നെ നെൽകൃഷി ചെയ്യാൻ പറ്റുന്ന പാടങ്ങളാണ് ഈ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറെക്കുറെയൊക്കെ നെല്ല് ഞാറ് നട്ടിട്ടുണ്ട്, ഇനി നടാനുണ്ട്. ഇവിടെ മഴയൊന്നുമില്ല, പക്ഷേ ഇതിലേക്ക് വെള്ളം എവിടുന്നേലൊക്കെ അടിച്ചു കയറ്റുന്നതാവാം. ഇവിടെ അങ്ങനെയാണ് അവർ ചെയ്യാറ്. ഞാൻ ശരിക്ക് ഇവിടേക്ക് വരാതെ ഞാൻ പോവേണ്ടിയിരുന്ന സ്ഥലം, ഞാൻ സേലത്ത് നിന്ന് ഞാൻ പോകണമെന്ന് ഫസ്റ്റ് കയറ്റിയ സ്ഥലം, ഞാൻ മെട്ടൂർ ഡാമിന്റെ ഭാഗത്തേക്കായിരുന്നു. മെട്ടൂർ ഡാമിന്റെ ഭാഗത്ത് ഞാൻ ഒഴിവാക്കിയ ഒരു വില്ലേജ് ഉണ്ട്, കുറെ മുമ്പ് ഒഴിവാക്കിയ, അവിടേക്കായിരുന്നു ഞാൻ പോകണം കരുതിയത്. പക്ഷേ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം എനിക്ക് ലാഭിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് പോകുന്നപ്പോൾ അതൊക്കെ നടന്നതുമില്ല. ഇപ്പം എനിക്ക് തോന്നുന്ന മെട്ടൂർ വെറുതെ ഒഴിവാക്കി എന്നത് അപ്പം ഉണ്ടായത്. മെട്ടൂർ തന്നെ പോയാൽ മതി. മെട്ടൂർ ഇപ്പം ഇനി ഇവിടുന്ന് മെട്ടൂർക്ക് പോവുകയാണെങ്കിൽ 180 കിലോമീറ്ററോളം, അപ്പോഴേക്ക് എനിക്ക് കൂടുതലാണ്. അത്ര 150 കിലോമീറ്റർ ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ വരട്ടെ. ഇത് ചെന്നൈൻ്റെ അടുത്ത് എത്തി നമ്മള്, ഏതാണ്ട് ഒരു 100-200 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് എത്തി നമ്മള്. ചെന്നൈക്ക് ഞാൻ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതേ അടുത്ത് ചെന്നൈക്ക് എത്തൂല നമ്മള്. ഞാൻ ഇവിടെ ഒരു വില്ലേജ് കണ്ടിങ്ങനെ ഇറങ്ങുവാണ്, അത് ജസ്റ്റ് ഒന്ന് കാണാന്നേ കരുതി. ഇയാളുടെ അടുത്ത് കുടിക്കണ വെള്ളമാണോ ചോദിച്ചോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വില്ലേജിലെത്തിയിട്ട്, ഈ വില്ലേജ് നെയിം എന്നാ? പുതുപ്പാളയം. പുതുപ്പാളയം എന്ന് പറയുന്ന ഒരു വില്ലേജാണിത്. അപ്പോൾ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാം. നിങ്ങൾക്ക് വീട് ഇന്ത്യ? ഓ വേറെ പറഞ്ഞില്ല. அப்படியா? എല്ലാവരും ഇവിടെ നിന്ന് എടുക്കണേ. ഈ വെള്ളം തണ്ണി എങ്കിരുന്ന് വരുത്? அப்படியா? கீழே இருந்து வருதா? ഫിൽറ്റർ വാട്ടർ ഒന്നല്ല കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ബോർവെൽ ചെയ്തിട്ടുള്ള വെള്ളമാണ്, എന്നാലും നല്ല വെള്ളമാണ് ഇത്. എന്താ വീട്ടിലേക്ക് കുടിക്കരുതിക്കാ കൊണ്ടുപോയി? അതെയാ? സമയമെല്ലാം എന്താ തണ്ണിയില്ല, നല്ല തണ്ണിയില്ലേ? എത്ര വീട് എടുക്കോ இந்த ஏரியாக்குள்ள? கல் உடைக்கிறவங்க அப்படியா? ஓ, தமிழ்நாட்டுக்காரங்க தானே? தமிழ்நாட்டுக்காரங்க. அவங்களாம் வந்து சேலம், மதுரை அந்த சைடெல்லாம் வந்து இங்கே வேலை பார்த்துக்கிட்டு இருக்கீங்க. அப்படியா? இங்கே டென்ட் போட்டு அப்படியே தங்கி டெம்பரரியா? அப்போ ஊருக்கெல்லாம் கிளம்ப மாட்டீங்க? பண்டிகைனா எல்லாம் போவாங்க, வந்துடுவாங்க. அப்படியா? ஃபேமிலி ஆகி இங்கே தங்கிக்கிட்டு இருக்கிறாங்க, മുഖ്യமான ഫംഗ്ഷൻ പോവാங்க, வந்துடுவாங்க. அப்படியா? അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഒരു കോറി എന്തോ ഉണ്ട്, അപ്പോൾ അതിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ തൽക്കാലമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണത്. മധുരയിലും സേലത്തും ആ ഭാഗത്തൊക്കെയാണ് ഇവരുടെ വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർ അവിടെ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുവാണ്. അപ്പോൾ കുളന്തിക്കെല്ലാം പഠിക്കരുത്, ഇங்கே പഠിക്കുക? அப்படியா? அது குட்டிகளுக்கு ഇവിടെ തന്നെ സ്കൂളിൽ ചേർത്തേക്കുവാണ്. இங்கே வேலை பார்த்தா எவ்வளோ சம்பளம் கிடைக்கும் டெய்லி? அது வந்து அவங்களுக்கு வந்து யூனிட் கணக்கு. யூனிட் கணக்குன்னா ஒரு டிப்பர்ன்றது ஒரு கணக்கு இருக்குது, அது அந்த சக்கை உடச்சி கொடுத்தாங்கன்னா இவ்வளோ அமௌண்ட்டு. அப்படியா? ഓ, കരാർ വ്യവസ്ഥ. നമ്മുടെ അവിടെ കരാർ അടിസ്ഥാനത്തിലാണ് ഇവരും ചെയ്യുന്നത്. അതായത് ഒരു ലോഡ് ആക്കി കൊടുത്താൽ ഇത്ര രൂപ എന്നുള്ളതാണ്. അത് നമ്മളവിടുത്തെ ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അയ്യ ഉങ്ക പേര്? ரவி. രവി. രവി എന്ന് പറയുന്ന ചേട്ടനാണ്. ഉങ്ക നീങ്ക മധുരയാ? ഇങ്ക ലോക്കലാ? ആ, அப்படியா? മൂപ്പര് ഇവിടുത്തെ ആൾ തന്നെയാണ്. നമുക്ക് എന്തായാലും അങ്ങെല്ലാം പോലാല്ലേ, ഒന്ന് പ്രശ്നം. എനിക്ക് വെള്ളത്തിന് ദാഹിച്ച് ബുദ്ധിമുട്ടിയിട്ടൊന്നും ചോദിച്ചതല്ല, ഞാൻ എൻ്റെ കയ്യിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചതല്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് കയറാനൊരു എന്താ പറയുക ചൂണ്ടയിട്ട് കൊടുത്തതാണ്. ഇതൊക്കെ ഇവർ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് വീടുകൾക്കൊക്കെ. വീടല്ല, വീട് തന്നെ, ഇവരെ ടെമ്പററിയാണ്. അതായത് നാട് ഇവർക്ക് വേറുണ്ട്, വീട് ഇവർക്ക് വേറുണ്ട്. ഇവർക്ക് കമ്പനി കൊടുത്തിട്ടുള്ളൊരു നിൽക്കാൻ കൊടുത്തിട്ടുള്ള സ്പേസാണത്. അപ്പോൾ ഇവിടെ ഇവർക്ക് താമസിക്കാം, അതുപോലെ തന്നെ ജോലി ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ദിവസക്കൂലിയല്ല. പിന്നെ നമ്മളാ കണ്ട വെള്ള ടാങ്ക് ഉണ്ടല്ലോ, ആ ഒരു ടാങ്ക് അവിടെ ഒരു എന്താ പറയുക 100-300 അടി താഴ്ചയ്ക്ക് ഒരു കുഴൽക്കിണർ കുത്തിയിട്ട് അതിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഈ ഗ്രാമങ്ങളിലേക്കുള്ള ഒട്ടുമിക്ക ഗ്രാമങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാഴ്ചയാണത്. അവിടെ വീടിൻ്റെ മുന്നിൽ, എല്ലാ വീടിൻ്റെ മുന്നിൽ കോലം ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇവിടെ പ്രത്യേകിച്ച് കോലമിട്ടിട്ടുണ്ട്. ഇവിടുത്തെ കോലം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു കോൽക്കിണറിൽ നിന്നാണ് ഇവർ ഇതിലേക്കുള്ള വെള്ളം കൊണ്ടുവരുന്നത്. അതാണ് തമിഴ്നാട്ടിൻ്റെ ഒരു രസമായിട്ടുള്ള കാര്യം. ഹായ്, സ്കൂളില്ലേ? എത്ര മണിക്ക് സ്കൂള്? 9 മണിക്കാ. എത്ര ക്ലാസ്സിലാവേ? 1ാവതാ? അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുക. അവൻ പേരെന്നെ? ബോധി സാറിനാ? ബോധി സാറിനാണ്. സിന്നത് ദേവരാജ്. ബോധി സാറും ദേവരാജ് 2 കുഴந்தைங்களா? ഇത് കണ്ടോ, കോലൊക്കെ വെച്ചിട്ട് ഭയങ്കര സംഭവമാണല്ലോ. ഇത് ഡെയിലി പോടണമാ? എന്താ ഡെയിലി പോടണോ? നിങ്ങളെ പോടുവേ? അപ്പോൾ അങ്ങനെ ഡെയിലി അത് ചെയ്യും അവർ, അത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇവിടെ ഗോക്കളുണ്ട്. എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. ഇവരൊക്കെ പറഞ്ഞ മാതിരി എന്താ ആ ഒരു കോറിയിലേക്ക് പണിക്ക് പോയേക്കുവാണ്. അതായത് പുറത്തേക്ക് എന്താ പറയുക, എന്താ പിന്നെ പാറമടയിലേക്ക് ജോലിക്ക് പോയേക്കാണ്. ഇതുപോലത്തെ ചെറിയൊരു ഹാള്, ആ ഒരു ഹാളിനകത്താണ് ഇവരുടെ എല്ലാ പരിപാടികളും നടക്കുന്നത്. അതായത് കുക്കിങ്ങും കിടത്തവും ഒക്കെ ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇവിടെ ആ പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. അത് ഇവർ ഔട്ട്ഡോർ ആയിരിക്കാം, പുറത്തേക്ക് പോകുമായിരിക്കാം. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു ഗ്രാമമാണ് നമ്മൾക്കിപ്പോൾ കാണാം. അതൊരു ഗ്രാമമായിട്ടല്ല, ഇത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഒരു പെർമനൻറ്റ് ഗ്രാമമൊന്നുമല്ല. എന്നാൽ പെർമനൻ്റ് ആണ്. ഈ ഒരു കോറി ഉള്ള അത്രയും കാലം ഇവിടെ ആളുകളുണ്ടാവും. ഇവർ ജോലി ചെയ്യുന്ന അത്രയും കാലം ഇവർ ഇവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഏരിയ കണ്ടെങ്കിൽ, ഇത്ര ഏരിയയിൽ ഇവിടെ കാര്യമായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് നെല്ലും കരിമ്പും വാഴയാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണ വയൽ കാണാനും വേണ്ടിയിട്ട് പറ്റൂട്ടത്. അപ്പോൾ ഈ നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് ഉണക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മളുടെ ഈ മില്ലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പുഴുങ്ങി ഉണക്കുമല്ലോ, അതുപോലെ തന്നെ പുഴുങ്ങാതെ ഉണക്കും. അപ്പോൾ അത്തരത്തിൽ ഉണക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നെല്ലിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏതായാലും ഈ ഒരു ഗ്രാമത്തിൽ നിന്നും ഈ ഒരു നാട്ടിൽ നിന്നും ഞാൻ പോവുകയാണ്. ഞാൻ നമ്മുടെ വണ്ടി ആക്കണം അവിടെ. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തേക്ക് എത്തണമെന്നൊന്നുമില്ല, ഇന്നൊരു അർജൻറ്റും ഇല്ല. നമുക്ക് ഇറങ്ങി ആക്കും പോലെ പോയാൽ മതി. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8:15 8:15 ഞാൻ 9 മണിയാകുമ്പോഴത്തേന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കേസ് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വെല്ലൂരിലേക്ക് ഇവിടുന്ന് 52 കിലോമീറ്ററാണ്. വെല്ലൂരിലേക്കല്ല നമ്മൾ പോകുന്നത് കാഞ്ചീപുരമാണ്. വെല്ലിപ്പുറം സൈഡ് ആണത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ബസ്സുകളൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ടല്ലോ, അതിൽ പോയി കഴിഞ്ഞാൽ പോലൂർ എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ് നമ്മൾ എത്തുക. ഒരു വലിയ ടൗൺ തന്നെയാണ് കേട്ടോ, ഇവിടുത്തെ അടുത്തുള്ള ഏറ്റവും വലിയ ടൗണാണ്. ആ ഒരു ടൗണിലേക്കാണ് നമ്മൾ എത്തുക. നമ്മൾ ഈ നേരെ പോയിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറി പോകാനുണ്ട്. തിരുപ്പതി റൂട്ടാണ് ശരിക്കത്, തിരുപ്പതിയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ എന്നോട് പറയുവാണ്, ആ വെള്ളം എടുത്തപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ വർഷാവർഷം തിരുപ്പതിയിലേക്ക് നടന്നു പോകും, കാൽനടയായിട്ട്. അതായത് ഇവിടുന്ന് ഏതാണ്ട് 100 കിലോമീറ്ററാണ്, അതിന് കറക്റ്റ് നോക്കിയിട്ടില്ല. ദോശ ഇഡലിയൊക്കെ ഉണ്ടാവും, നമുക്ക് കഴിച്ചാലോ. വണ്ടിക്കടയാണ്, വണ്ടിക്കട. അതൊന്നും നന്നാവാം. ദോശ ഇഡലി 3 ഇഡലി ഉണ്ട്. അതിക്കത് വടയണം പോലെ ഒരു വടയുണ്ട്. വട പോരട്ടോ, ഇഡലിയും പോരാ കുറച്ച്. ഇഡലി പോരാനും കുഴപ്പമില്ല, ചട്നി ഗംഭീരമാണ്. അപ്പൊ ഞാന് ചായ കുടിച്ച് ഇറങ്ങി. 30 രൂപയാണ് നമ്മൾക്കവിടെ ബില്ല് വന്നത്. 3 ഇഡ്ഡലിയും 1 വാട്ടയും. ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, വെല്ലൂരിലേക്ക് 44 കിലോമീറ്റർ, തിരുപ്പതി 148, അരണി 17. നമ്മള് അരണി സൈഡാവാം നമ്മൾ പോകുന്നത്. നമ്മള് വെല്ലൂരിലേക്ക് പോകുന്നില്ല. വെല്ലൂർ പറയുന്നത് ആന്ധ്രയുടെ ബോർഡറിലാണ്. ആ വെല്ലൂരിന് കുറച്ചും കൂടി ഉള്ളൂ ചിറ്റൂരിലേക്ക്, അതായത് തിരുപ്പതിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് തിരുപ്പതി അവിടേക്കൊന്നല്ലല്ലോ, നമ്മൾ ആന്ധ്രയ്ക്കല്ലല്ലോ. ആന്ധ്ര നമ്മുടെ ഈ ലിസ്റ്റില് ആന്ധ്ര ഇല്ലതാണ്. 2 മക്കൾ സ്കൂൾക്ക് പോകണുണ്ടെങ്കിൽ സൈക്കിളില്. ഇവന്റെ ബാക്കിൽ, അതായത് റൈറ്റ് സൈഡിലുള്ളവന്റെ ബാക്കിൽ എന്താ അറിയോ, പരീക്ഷ എഴുതാനുള്ള എന്താ പറയാ ചട്ടയും ഒരു പേപ്പറും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് മക്കളെ സ്കൂൾക്ക് പോണ കാര്യങ്ങൾ. ബസ്രംപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ ഞാൻ ഇതുവഴി ഒന്ന് കയറുവാണ്. ഇവിടെയൊക്കെ കുറെ ആളുകളൊക്കെ ഇരിക്കുന്നത്. ഇതൊരു ഗ്രാമമാണ്. ഗ്രാമത്തിലെ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതാണ്. ഇവിടുത്തെ വീടുകൾ, ഇവിടെ ഞാനിപ്പോ പോകുന്ന വഴി ഫുള്ളായിട്ട് വില്ലേജ് തന്നെയാണ് കേട്ടോ. ഫുള്ളായിട്ട് വില്ലേജ് ഏരിയ ആണ്. പക്ഷെ അധികം വീടുകളൊന്നുമില്ല. ഇവിടുത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ,
കൊള്ളാം കേട്ടോ. ഇവിടെ ഒന്നും വലിയൊരു പ്രശ്നം കാണുന്നില്ല. ടോയ്ലറ്റ് സൗകര്യമുണ്ട്, ഫാൻ സൗകര്യമുണ്ട്, പക്ഷെ എങ്കിലും വൃത്തിയില്ല എന്നുള്ളതാണ്. സ്മെല്ലടിക്കേണ്ടതില്ല. നല്ല ചാണകത്തിന്റെ പച്ചച്ചൂര് കിട്ടിയിട്ടാണ് ഞാൻ ഈ പോയോണ്ടിരുന്നത്. പശുക്കളൊന്നും വല്ലാതെ കാണാനില്ല അവിടെ. ഒരു റോഡ് ഇങ്ങനെ അവിടെ അവസാനിക്കോ? എല്ലാ വീടിന്റെ മുറ്റത്തും കോലം ഇട്ടിട്ടുണ്ട്. കോലം പൂശി തീർക്കുക. ഈ റോഡ് ഇവിടെ അവസാനിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് കയറിയത്. അത് അവിടെ നിന്ന് ഞാൻ കണ്ടപ്പോ നേരെ റോഡ് രണ്ടു ഭാഗത്തും വീടുകൾ അങ്ങനെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ. റോഡ് ഇനി എടുക്കണം, അവിടെ ഇനി പോകണ്ടല്ലോ. ആഹാ, ഇങ്ങനെ അധികം ഒന്നും പോവാൻ സാധ്യതയില്ല. കഴിഞ്ഞു, ഈ റോഡിന്റെ മജ കഴിഞ്ഞു. നമ്മളിവിടെ ഈ ചെളിയിൽ തിരിക്കേണ്ടി വരും. ഇതിലിങ്ങനെ ഒരു വഴിയും കൂടി ഉണ്ട്. അപ്പൊ അത് മെയിൻ റോഡിലേക്കുള്ളതാണോ ചോദിച്ചു. ഇപ്പൊ മെയിൻ റോഡ് അല്ല, അത് അവിടെ പോയി എവിടെയും പോയി അവസാനിക്കോ. അപ്പൊ ഞാനിവിടെ റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഇനി വന്ന ഗ്രാമത്തിൽ കൂടി തന്നെ അടുത്ത് ഒത്തുക്കോട്ടോ കേട്ടോ. എനിക്ക് തോന്നുന്നു ശരിക്കും തണൽമരമായിട്ട് പുളിമരമാണ് നടേണ്ടത്. ഇവിടെയൊക്കെ ഇപ്പൊ വേനലല്ലേ, ഒറ്റ ഇല പോലും ഇത് പൊഴിയണില്ലല്ലോ. നല്ല കിളിർത്ത് നല്ല പച്ചയായിട്ട് നിൽക്കുകയാണ്. നല്ല തണുപ്പാണ് ഇതിന്റെ ചോട്ടിൽ കൂടെ പോകുമ്പോഴേ. ഇതിന്റെ ചോട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ, അവർക്ക് നല്ല തണുപ്പായിരിക്കും. അവിടെ വീട്ടിൽ വേനലായാലും കിടന്നുറങ്ങുമ്പോൾ നല്ലൊരു തണുപ്പുണ്ടാവും. വലിയൊരു വിങ്ങണ ചൂടുണ്ടാവില്ല. അപ്പൊ നമുക്കൊക്കെ ഫാനോ എ സിയോ ഇല്ലെങ്കിൽ ഒരു വിങ്ങണ ചൂടുണ്ടല്ലോ വരാൻ, കിടന്നുറങ്ങാൻ വേണ്ടി കഴിയില്ലല്ലോ. എന്നതുപോലത്തെ പ്രശ്നം ഇവിടെ വരില്ല. ഇവിടുത്തെ വീടുകൾക്ക് അതൊന്നും ഇല്ലെങ്കിലും സുഖസുന്ദരമായിട്ട് കിടക്കാം. അപ്പൊ ഈ വീട്ടിലൊക്കെ സുഖസുന്ദരമായിട്ട് കിടക്കാം, ഒരു വിഷയമല്ല. ചെങ്ങന്മാരെ കാഞ്ചിപുരത്തേക്ക് പോകണതിൻ്റെ ഒരു 50 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട്, അതായത് നമ്മൾ കാഞ്ചിപുരത്തേക്ക് ആ സൈഡിലേക്കാണ് പോവുക. അവിടെയാണ് കാഞ്ചിപുരം ഉള്ളത്. അതിൻ്റെ 50 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ കുക്കിംഗ് പരിപാടിയൊക്കെ നോക്കാം എന്ന് കരുതിയിട്ട് നിർത്തിയതാണ്. നമ്മളുടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെച്ചുകൊണ്ട് കുക്ക് ചെയ്യാം. അവിടെയാണെങ്കിൽ പോലീസുകാരുടെ ചെക്കിങ് ഉണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പോലീസുകാരനൊക്കെ നിന്നാണ്ട് ചെക്ക് ചെയ്യുന്നത്. ഏതായാലും ഞാൻ നമ്മുടെ സാധനങ്ങളെ അടുപ്പൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഒരു ഉള്ളിയും തക്കാളി റോസ്റ്റും അതുപോലെ തന്നെ പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഉണ്ടാക്കാം. ഓക്കെ, ഉള്ളിലേക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടി ഇവിടെ മഴ പെയ്തിരുന്നു. പാടത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇവിടെ മഴ ഇപ്പോഴല്ല, പെയ്തിരുന്നു. അങ്ങനെയാണ്. ഇന്നലെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് പിന്നെ പാത്രം കഴുകിയില്ല. പാത്രം ഒന്ന് കഴുകണം. ഇവിടെ ഒരു ഓവാണ്, ഓവുചാലേ. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് വെള്ളമൊക്കെ നമുക്ക് ചിന്താൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും സോപ്പിട്ട് കഴുകാറുണ്ട് കേട്ടോ. വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റണില്ല, കയ്യിൽ വെച്ചരിയ. അപ്പോൾ നമുക്ക് ഒരു ആംപ്ലേറ്റ് അടിക്കാം. ഞാൻ കുറച്ച് കൊണ്ടാട്ടമുളക് വാങ്ങിയിരുന്നു. അപ്പോൾ അത് ഒരു 4 വറുത്തെടുക്കാന്ന് കരുതി. ഈ 2 കഴിക്കാമല്ലോ. അതത്ര മതി. ഇത് വളരെ സിമ്പിളല്ലേ. ഓക്കെ, ഇത് ഫുള്ള് തിന്നാൻ പാടില്ല കേട്ടോ. ഇത് പകുതി തിന്നാനേ പാടുള്ളൂ. ഉച്ചവരെ പകുതിയാണ്. ആംപ്ലേറ്റൊക്കെ ആകെ പാടിയിരിക്കണേ. ആംപ്ലേറ്റ് ആയില്ല. വേറെ എന്തെങ്കിലും പേരൊക്കെ വിളിക്കേണ്ടി വരും. നെക്സ്റ്റ് കുറച്ച് തോനെണ്ണമാണ്. കടുകാണ്.
അത്രയൊക്കെ പൊട്ടിയാൽ മതി. എന്തൊരു പൊട്ടലത്. ഓക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ചൂടാണ് അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ ചിലപ്പോൾ അധികം നേരം പിടിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളുടെ ഉള്ളി തക്കാളി റോസ്റ്റ്, ആംപ്ലേറ്റ്, നമ്മുടെ വത്തലമ്മ നമ്മൾ കാരണം ഉണക്കുള്ളത് തന്നെ അല്ലേ, ചെറിയ കേട്ടോ കൊണ്ടാട്ടം എന്ന് ഞങ്ങളോട് പറയാം, മുളക് കൊണ്ടാട്ടം. ചൂടിൻ്റെ കളറിങ്ങനെ മാറണമെങ്കിൽ മുട്ടപ്പൊട്ട് വെച്ചാൽ സ്വർഗം അല്ലാത്ത ഒരു ടേസ്റ്റ് ഇടന്ന്. നീ സാധനമുണ്ടല്ലോ ഈ ഉള്ളിയും തക്കാളിയും വാട്ടിയതേ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആയല്ലോ. അത്ര കൊണ്ട് വിശപ്പ്, എനിക്ക് അത്ര കൊണ്ട് വിശപ്പുകൊണ്ടല്ലോ, ഇത് ടേസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ ദോശ കഴിച്ചല്ലേ. ഫുള്ളാട്ടോ ഇന്നെക്കൊണ്ട് ബെൽറ്റ് പരിപാടിയൊക്കെ. സ്വർഗം. ഏതാണ്ട് ഒരു 11:45. ചെറിയ കുട്ടനാണ് പോണട്ടോ, റോട്ട് കൂടെ നടക്കല്ലേളാ. ഏതാണ്ട് ഒരു 11:45 നമ്മൾ കുക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നത്. ഇപ്പൊ സമയം 12:45. ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പേക്കട്ടോ എല്ലാ സാധനങ്ങളും കഴുകി എടുത്തേക്കൊക്കെ വേണ്ടേ. കഴുകിയിട്ട് കാരണം ചോറും കറിയൊക്കെ ഉള്ളത് നമുക്ക് കഴുകാൻ വേണ്ടി പറ്റില്ല, അല്ലാത്തതൊക്കെ നമ്മൾ കഴുകട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ 40 കിലോമീറ്റർ 49 കിലോമീറ്റർ 50 കിലോമീറ്ററിലാണ് കറക്റ്റ് നമ്മൾ നിർത്തിയിരുന്നത്. റോഡിന്റെ നടുക്ക് കൂടെയാണ് ഈ ആടുകളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ കൂടെ ആണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ കിട്ടിയപ്പോ ഇയാൾക്ക് നല്ല പ്രൈസ് കിട്ടിയേക്കും അല്ലേ. ആട്ടിൻകൂട്ടം ഒരു 10-50 ഉണ്ടാവട്ടെ, ചില്ലറ കൂട്ടമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കൂട്ടാളിയുടെ പ്രധാന വരുമാനം ഒരു 2 പേരുണ്ട്. ചിലപ്പോ ഏട്ടനാവാം. എരയൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, നല്ല മനോഹരമായുള്ള സ്ഥലമാട്ടോ. ഈ റോഡ് മുഴുവനായിട്ടും ഇതുപോലെ പാടങ്ങളാണ്, കൃഷിയിടങ്ങളാണ്. അത് വെള്ളം നിൽക്കുന്ന പാടങ്ങളാണ്, വെള്ളം നിൽക്കുന്ന പാടങ്ങളാണ്. അതുപോലെ തന്നെ ഈ വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള വഴികളും ഉണ്ട്. പക്ഷേ എങ്കിലും ഒക്കെ ഓഫ് റോഡാണെന്ന് തന്നെ ഉള്ളൂ. ഇത് നെഹ്റു നഗർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ പോകേണ്ടത് റൈറ്റ് ആണ്. ആർക്കാട് എന്ന് പറയുന്ന റോഡ്, ആർക്കാട് റോഡിൽ നിന്ന് ചെയ്യാർ കാഞ്ചീപുരം റോഡാണ്. ചെങ്ങൈമാരെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് 2:45. 2:45 ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ കാഞ്ചീപുരത്ത് എത്തിയിരിക്കുകയാണ്. കാഞ്ചീപുരത്ത് ആദ്യം തന്നെ പോണ കാമാത്തിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടേക്ക് ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ സെൻട്രലാണ്. ഞാൻ അവിടെ ഇങ്ങനെ എത്തുന്നതേ ഉള്ളൂ. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പട്ടാണ് അല്ലേ, കാഞ്ചീപുരം പട്ട്. പിന്നെ ഏറെ പ്രാധാന്യമുള്ളത് കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ തന്നെ 1000 ക്ഷേത്രങ്ങളുടെ നാട് എന്നാണ് പറയുന്നത്. 1000 ക്ഷേത്രങ്ങളുടെ നാട് കാഞ്ചീപുരത്തെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ 14 എണ്ണം ഉള്ളത് കാഞ്ചീപുരത്താണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കാഞ്ചീപുരത്തിനുണ്ട്. കാഞ്ചീപുരം നമ്മൾ എത്തിയിരിക്കുകയാണ്, ചെങ്ങന്മാരെ എത്തിയിരിക്കുകയാണ്. നമ്മൾക്ക് 1000 ക്ഷേത്രങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 1-2 ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങണം ടൗണിൽ. കാരണം ഈ വൈകുന്നേരം സമയമായതുകൊണ്ട് നമുക്ക് കിടക്കാനുള്ള സ്പേസ് നമ്മൾ ഇവിടെ ടൗണിൽ എവിടെ നമുക്ക് കിട്ടൂല. ആ കാര്യം നോക്കുകയേ വേണ്ട. അപ്പൊ നമ്മളിതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ കടല കൃഷി, ഉണ്ടുവണ്ടി, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പഴം, പച്ചക്കറി,
അത്തരം കച്ചവടങ്ങളും നമുക്ക് റോഡ് സൈഡിൽ കാണാം. പിന്നെ വലിയ തിരക്ക് ഈ ഒരു നേരത്തില്ല കേട്ടോ. ഉച്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണത്. അധികം ടെമ്പിളുകളാണ് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അല്ലാത്തൊന്നും ഇവിടെ കാര്യമായിട്ടില്ല. പിന്നെ നല്ല പട്ട് നെയ്ത്ത് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. ഇത് ഏതാണ് ക്ഷേത്രം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നോക്കാം. നമ്മളിവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. അതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ടാണ് ക്ഷേത്രത്തിന്റെ. നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. ഓഹോ, ഈ നേരത്തെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ക്ഷേത്രത്തിൽ. തന്നെ കാണുന്നത് തന്നെയാണ് കാമാത്തിയമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത്. വെള്ള ഗോപുരമാണ്. വൈറ്റ് ഗോപുരത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് കാമാത്തിയമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയാ, വേണ്ട കേട്ടോ, നമ്മളവിടെ മോഡലല്ലേ. എത്ര ചേട്ടത് സാധനം? അതെത്ര ഇതോ വിലയോ നോക്കട്ടെ. ഡീസൽ നല്ല ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ? ഒമ്മോടി. ഇത് വെള്ളത്തിൽ പോട വേണ്ട. വെള്ളത്തിലിടുണ്ടല്ലോ. വെള്ളത്തിൽ പോട്ടാ ഇത് ഉരുവും. இதுக்கு பட்டன் வருது இல்ல, ஸ்டீல் பட்டன் நம்ம செய்யும் ஆளு. இது நீங்களே செய்யறதா? இது மொத்தம் நாங்க தான் கொண்டாந்து விட்டு ஆரம்பிச்சிருக்கு. ஓ அப்படியா? இதோ நோக்கட்டா இது மாதிரி லாடம் എന്റെ ചെരുപ്പിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇനി അത്ര തന്നെ കൊണ്ട് போட்டா இது போனாலும் இது வராது. அப்படியா? நல்ல ஸ்ட்ராங். போடுங்க. 12 ரூபாய் சேட்டல் ஆடம் வேணும்னா போட்டுக்க. வேணும் 12 ரூபாய் ஒரு பட்டன். ഒരു ബട്ടണിക്ക് ஒன்று 12 രൂപ. മൂപ്പര് കഴിഞ്ഞപ്പോൾ അത് അല്ലേ? അല്ലെങ്കിൽ ഇതിൽ പശ ഇവിടുത്തെ പശ പോ നിൽക്കണം. എൻ്റെ ചെരുപ്പ് പൊട്ടിയാൽ പിന്നെ ചെരുപ്പ് വാങ്ങൽ അടക്കില്ല. ഇത് 1500. ഇത് 1500. ഇത് 1500 രൂപ. ഇത് 850. அப்படியா? இதெல்லாம் நீங்களே பண்ணுறதா? நல்லா சொந்த சொல்லி இவ்வளோ நோக்கட்டா. அப்படியா? ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്. ടി വി അതെയാ? ഇത് ക്യാമറ. അത് ഇപ്പം നട തുറന്നിട്ടില്ല കേട്ടോ, നട അടച്ചേക്കുവാണ്. ഇത് അടുത്തൊരു ഗോപുരത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഏത് സൈഡ് എന്നുള്ളത് നോക്കാം. ആളുകൾ ദർശനത്തിന് വേണ്ടിയിട്ട് വരിക്കണുണ്ടോ? ഇവിടെ ചോള രാജാക്കന്മാർ, പാണ്ഡ്യ രാജാക്കന്മാർ, ചേര രാജാക്കന്മാർ, പല്ലവരും അതുപോലെ തന്നെ കർണാടക സാമ്രാജ്യം, വിജയനഗരം ഒക്കെ ഭരിച്ചൊരു സ്ഥലം കേട്ടോ ഈ ഒരു എന്താ പറയുക കാഞ്ചീപുരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രം 5-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ പല്ലവ രാജവംശം നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടോ കോലൊക്കെ പോട്ടിട്ട് അടിപൊളിയായി. ഇത്രയും ആളുകൾ വരി നിൽക്കുകയാണ് ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിന് വേണ്ടിയിട്ട്. അവരെ ദർശനം പണ്ണട്ടെ. ഞാൻ നോൺ വെജ് കഴിച്ചതാണ്. അപ്പോൾ പിന്നെ എനിക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ഇതിൽ നൈസായിട്ട് ഇങ്ങനെ നടക്കുക. ക്ഷേത്രത്തെ വലം വെച്ച് ഇങ്ങനെ നടക്കുവാണ്. അതാണ് എൻ്റെ ഒരു പരിപാടി. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ 5-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലായിട്ട് പല്ലവ രാജവംശത്തിൻ്റെ ഒരു തലസ്ഥാന നഗരമായിരുന്നു. അപ്പോൾ അവർ നിർമ്മിച്ചതാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. കൊള്ളാം അല്ലേ? അതുപോലെ തന്നെ 14-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചതാവാം എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. പല്ലവരെ മാത്രമല്ല ചോളന്മാർ പറയുന്നുണ്ട്. എന്താ അറിയില്ല, വല്ലാത്തൊരു ഒഴിവാണത്. ഇവിടേക്ക് നമ്മൾ സ്കൂളാണ്. ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്ത് തന്നെ സ്കൂളാണ്. ചുറ്റും ഞാൻ ചുറ്റിക്കൊണ്ട് നിൽക്കുവാണ്. പക്ഷേങ്കിൽ വലിയൊരു ആളും ബഹളോ തിരക്കോ ഒന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ അതോ ഈ ഒരു നേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. നമ്മൾ സൗത്തിലേക്ക് എത്തിയിട്ടോ. നടന്ന് നമ്മൾ വണ്ടിയായിട്ട് വന്ന ഇതിലായിരുന്നു. വലിയൊരു ഞാൻ പറഞ്ഞില്ല, വലിയൊരു ആളും ബഹളോ തിരക്കോ ഒന്നും കാണാനില്ല. അങ്ങനെ കിടക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. 5 ഏക്കറിലാട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലിരിക്കുന്ന ഭാവത്തിലുള്ള കാമാക്ഷമ്മയുടെ പ്രതിഷ്ഠയുണ്ട്. കൂടാതെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നീ മൂർത്തികളുടെ അവരും അതിനരികിലുണ്ട് എന്നുള്ളതാണ്. അതായത് അതിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ആ ഒരു ഗോപുരത്തിൽ ശിവനുണ്ട്, വിഷ്ണു ഉണ്ട്, ബ്രഹ്മാവുണ്ട്. അങ്ങനെയാണ് ഗോപുരമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വെസ്റ്റ് ഗോപുരം ഇത് നമ്മുടെ എന്താ പറയുക വലം വെക്കൽ പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി വണ്ടിൻ്റെ അടുത്ത് കഴിഞ്ഞ് നേരെ വണ്ടിയിൽ കയറും കേട്ടോ. കാമാത്തിയമ്മൻ്റെ അടുത്ത് ഞാൻ ഇറങ്ങിയിട്ട് ഇനി അടുത്തായിട്ട് ഞാൻ പോകുന്നത് കൈലാസനാഥ ക്ഷേത്രത്തിലേക്കാണ്. അത് ഇവിടെ തന്നെയാണ്, 1-1.5 കിലോമീറ്റർ. പിന്നെ അത് മാത്രമല്ല
ഇവിടെ കാമാത്തിയമ്മന്റെ തന്നെ 3 ക്ഷേത്ര കൂട്ടങ്ങളായിട്ടാണ് ഉള്ളത്. ഇവിടെ ഉണ്ട് ഈ ഒരു കോപ്പിലാണ് ഞാൻ വരുമ്പോ കാണിച്ചത്. കൊള്ളാല്ലേ, ഒരു ക്ഷേത്രങ്ങളാണ് ഇവിടെ. നമ്മൾ എങ്ങോട്ടേക്ക് നോക്കിയാലും ഇവിടെ ക്ഷേത്രങ്ങളാണ്. അതായത് രാജരാജ ചോള ഒന്നാമനാണ് ഇങ്ങോട്ടേക്ക് ഗുജറാത്തിൽ നിന്നും നെയ്ത്തുകാരെ കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇതൊരു നെയ്ത്ത് ഗ്രാമമായി, പിന്നെ നെയ്ത്തിന്റെ ഒരു വലിയൊരു നഗരമായിട്ട് തന്നെ മാറുന്നത്. ഇപ്പൊ 2008 കണക്കനുസരിച്ച് ഏതാണ്ട് 5000-ലേറെ എന്താ പറയാ മില്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇവിടെയും കൂടി ഈ ഒരു ക്ഷേത്രത്തിൽ കൂടി പോയിട്ട് ഞാൻ ടൗണിൽ നിന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഇല്ലാതാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതാ എനിക്ക് നല്ല അനുഭവം ഉണ്ട്. ഇവിടെ നിൽക്കുന്നതിനല്ല, ഇവിടെ നിൽക്കുന്ന രാത്രി പോലീസുകാർ വന്നിട്ട് നമ്മളോട് അത് ഒരാളൊന്നും ആവില്ല. ആദ്യം ഒരു ടീം വരും, പിന്നെ ഒരു ടീം വരും, വരുന്നവരോടൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഉറങ്ങാൻ അയക്കൂല നമ്മള്. ഞാൻ അവിടെ കയറി ഇറങ്ങി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ പല്ലവ രാജവംശമാണ് നിർമ്മിച്ചിട്ടുള്ളത്. രാജസിംഹേശ്വരം എന്ന് ലിഖിതങ്ങളിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പല്ലവ രാജാവായ നരസിംഹവർമ്മൻ രണ്ടാമൻ അഥവാ രാജസിംഹൻ 700-728 EC-യിൽ നിർമ്മിച്ചതാണ് ഈ ഒരു ക്ഷേത്രം കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ പുറം മതിലിൽ ഒരുപാട് ശ്രീകോവിലുകൾ, ഒരുപാടെന്ന് പറയുമ്പോൾ ഒരു 7 ശ്രീകോവിലുകളുണ്ട്. ഈ 7 ശ്രീകോവിലിൻ്റെ നടുക്കായിട്ടും ശിവലിംഗം ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് മണൽ കൊണ്ടാണ്. അധികവും മണൽ കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം മുഴുവനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ, അതായത് ഈ ഒരു പില്ലറുകൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുറത്ത് 7 ശ്രീകോവിലാണല്ലോ, അതിലൊന്ന് രാജ്ഞിക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ മണൽ മാത്രമല്ല, മണലിൻ്റെ ഒപ്പം തന്നെ ഈ ചുണ്ണാമ്പൊക്കെ കലർത്തിയിട്ട് അത് ഉണ്ടാക്കുന്നത്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ശ്രീകോവിൽ. ശ്രീകോവിലിൻ്റെ 2 ഭാഗത്തായിട്ട് ഭഗവാന്റെ 2 ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലകനുണ്ട്. പിന്നെ ചുറ്റുള്ള മതിലിലൊക്കെ, അതായത് ഈ ഒരു ക്ഷേത്ര മതിലിലൊക്കെ ഒരുപാട് കലകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഒക്കെ ദേവ സങ്കല്പങ്ങൾ കൊത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അതിനകത്തായിട്ട്, അതായത് ശ്രീകോവിലിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ചെറിയൊരു ഹോള് പോലെ കുറച്ച് പില്ലറൊക്കെ ഉണ്ടായിട്ട് നമുക്ക് നാമജപത്തിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഹോള് പോലുള്ളൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ തന്നെ പില്ലറുകളൊക്കെ നല്ല കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല കൊത്തുപണികളൊക്കെ കൊണ്ട് അതും തന്നെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രീകോവിലിൻ്റെ ബാക്ക് വശത്തേക്കാണ് വരുന്നത്. ആ ഒരു ഏരിയയൊക്കെ എന്ന് പറഞ്ഞാൽ വർക്കുകൾ കൊണ്ട് അങ്ങോട്ട് ഗംഭീരമാക്കി തീർത്തിട്ടുള്ള ഏരിയയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ കാണുന്ന ശ്രീകോവിലുകൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോ ശ്രീകോവിലുകളാണ്. അതായത് 52 ശ്രീകോവിലുകൾ ഇതിൻ്റെ ചുറ്റുമതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറെ പ്രത്യേകത എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഓരോ പ്രതിഷ്ഠകളുമുണ്ട്. ഇത് ഭഗവാൻ ശിവന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നന്ദിദേവനൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കലകൾ, അതായത് കൊത്തുപണികളാൽ സമ്പുഷ്ടമായ ഒരു ക്ഷേത്രമാണ് എന്നതിന് പറയാം. കാരണം അത്ര കണ്ട് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായൊരു ക്ഷേത്രമാണ്. ഒരു ക്ഷേത്രം ഒരിക്കലും മിസ് ചെയ്യരുതെന്നേ കരുതിയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കയറിയത്. ഇതിൻ്റെ 4 ഭാഗത്ത് പോയാലും ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ് വർക്ക് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും ഇനി ഇറങ്ങുവാണ്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ടൗണിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിനകത്ത് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഓരോരോ വർക്കും നോക്കി നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഇതിൽ ഓരോ വർക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട്, ഓരോ കഥകളുണ്ട്. പലയിടങ്ങളിലും പലതും നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഇതുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രൗഢിയിൽ ഇത് നിൽക്കുന്നത്. ഇല്ലാന്നാണെങ്കിൽ ഇതന്നെ നശിച്ചു പോയേനെ. അപ്പോൾ ഞാനിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്കുള്ള വഴി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മള് നാളെ പോകുന്നത് എവിടേക്കാന്നൊന്നുമില്ല. അപ്പൊ അവിടെ എന്തായാലും പുറത്തേക്ക്, അതായത് ചെന്നൈ സൈഡ്, ചെന്നൈക്ക് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. 10-90 കിലോമീറ്ററോ 100 കിലോമീറ്റർ എന്തോ ഉള്ളൂ. ഞാനങ്ങനെ NH 132B വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾക്ക് കുറച്ച് ദൂരം പോയിട്ട് എവിടെയൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലം കിട്ടുക. എന്തായാലും ഞാൻ ഈ കാഞ്ചീപുരം ഇങ്ങനെ നൈസായിട്ട് വിട്ടുകൊണ്ടൊക്കെ തന്നെയാണ്. കാഞ്ചീപുരത്ത് വല്ലാതെ നോക്കണില്ല. പിന്നെ ഇപ്പോ മില്ലല്ലേ, പിന്നെ പട്ടിന്റെ മില്ലാണ് ഉള്ളത്. മില്ലിലേക്കൊക്കെ നമ്മളെ ക്ഷണിച്ചു. അവിടെ പോയി കഴിഞ്ഞാൽ പൈസ ചെലവാണ്. നമ്മൾ ഓരോ ടൗണിനെ മുന്നിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത ഉണ്ടാവുമല്ലോ ആ ടൗണിനെ കുറിച്ച്. ഈ ടൗണിലേക്ക് വരുമ്പോ ഉണ്ടായിരുന്ന ചിന്ത നല്ല തിരക്ക്, അതുപോലെ തന്നെ ഒരു പളനിയിലേക്കൊക്കെ പോയ പോലെയുള്ളൊരു ഫീല് നമ്മൾക്ക് തരും എന്നായിരുന്നു. പക്ഷേ തിരക്ക് വളരെ കുറവ്. ഈ പളനിയിലൊക്കെ പോകുന്നത് പോലത്തെ ആ ഫീല് അത് കിട്ടിയതേ ഇല്ല.
ഞാൻ NH-48 കയറിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ മുന്നിൽ എന്തോ റോഡിലൊരു തടസ്സം കാണിക്കുന്നുണ്ട്. വേറെ റൂട്ടാണ് കാണിക്കുന്നത് അവര്. ഇത് ഞാന് ഹൈവേ തെരഞ്ഞെടുത്തതൊന്നല്ല, ഹൈവേ ഉള്ളൂ ഇനി പോവാൻ. ഉൾവഴികളൊക്കെ കഴിഞ്ഞ അതാണ്ടൊക്കെ. അപ്പൊ നമ്മൾക്ക് പക്ഷേ ഹൈവേക്ക് ഇവിടുന്നാണ് തിരിയുള്ളതാണ്. അവിടെ റോഡിന്റെ പണി നടക്കുകയാണ്. അപ്പോൾ ചങ്ങന്മാരെ, ഞാൻ NH-48 തന്നെയാണ്. അപ്പോഴാണ് ഇവിടെ വിൻഡ് മില്ലിൻ്റെ ലീഫ് കണ്ടത്. ഇതിപ്പോൾ കുറേ ആയി കണ്ടിട്ട്, കാരണം യാത്ര കുറേ ആയില്ലേ. ഭായ് കിतना मीटर है? 77. आपको मालूम है? ഇതപ്പോൾ തൂത്തുക്കുടിക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്. അതായത് 60 മീറ്ററാണതുള്ളത്. 60 മീറ്ററാണ്. ഇതിന് കോടികൾ വില മതിക്കണ സാധനം കേട്ടോ. നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ കോടികളാണ്. അമ്മാരിയായിട്ട് സാധനമാണ് ഈ കിടക്കുന്നത്. ചുമ്മാ ഇതെന്താ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത പോലെ തോന്നുന്നുള്ളത്. ഞാനിത് എന്താ കുറേ വട്ടം കുറേ തവണ കുറേ അവസരങ്ങളിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്നും തന്നെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചോ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ഫുൾ ടൈം എന്താ പറയുക, നമ്മൾ ഈ റോട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളെയും നിങ്ങളൊക്കെ മിക്കതും കാണും. ഇതിന് എന്താ വെച്ചാലേ, കമ്പനിക്ക് ഇതിങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല സ്റ്റാഫിനെ. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, വീഡിയോ എടുത്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കണേന്നല്ല, ലീഫ് എടുത്തോളി, പക്ഷെ കമ്പനീൻ്റെ പേരോ അല്ലെങ്കിൽ വണ്ടിയോ ഒന്നും എടുക്കരുത്. അത് ഞങ്ങൾക്ക് ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശമാണ്, കമ്പനിയിൽ നിന്നുള്ള. പിന്നെ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. പിന്നെ ഞാൻ പോന്നു. അപ്പോൾ ഇത് ഏതാണ്ട് 60 മീറ്റർ നീളമുള്ള സാധനമാണ്. എത്ര റേറ്റ് എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. കോടികൾ വില മതിക്കും ഈ സാധനത്തിന് കേട്ടോ. തേങ്ങന്മാരെ ഇപ്പോൾ സമയം 6:15 ഇരുടായി തുടങ്ങി. എന്താ പറയുക, ഞാൻ വണ്ടി ഇങ്ങനെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഇന്ന് നിൽക്കുന്നത് ഭാരത് പെട്രോളത്തിൻ്റെ ഗർ. ഭാരത് പെട്രോളത്തിൻ്റെ ഗർ എന്ന് പറയുന്ന പെട്രോൾ പമ്പ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മറ്റു സംസ്ഥാനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും കൂടെ ഉണ്ട് ഈ ഒരു പമ്പ്. പക്ഷേങ്കിൽ ഫുൾ ടൈം കിട്ടൂല ഈ പമ്പ്. അതുണ്ട് തുടങ്ങി അവരോട് ചോദിക്കും കൂടി വേണ്ട, നിങ്ങൾ ധാരാളമായിട്ട് കയറിക്കോളി, പാർക്ക് ചെയ്തു, ടെൻ്റ് അടിച്ചോളി, വണ്ടി സൈഡായി കിടന്നോളി, ഒരു പ്രശ്നമില്ല, ആരും നിങ്ങളോട് ഒന്നും പറയില്ല. ഇത് ഈ പമ്പ്, ഈ ഗർ എന്ന് പറയുന്ന ഈ പമ്പ്, അത് എല്ലാ പമ്പും അല്ല കേട്ടോ, ഭാരത് പെട്രോളത്തിൻ്റെ എല്ലാ പമ്പല്ല. ഈ പമ്പ്, ഈ മോഡൽ പമ്പ്, ഈ ഗർ എന്ന് പറഞ്ഞാൽ ആ ഒരു വെർഷനിൽ വരുന്ന പമ്പുകൾ ഓരോ ഒക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ രീതിയിൽ വീഡിയോ കോപ്പി ചെയ്യലും പരിപാടികളൊക്കെയാണ്. ബെഡൊക്കെ താത്തിട്ട് ഞാൻ ഉള്ളിൽ തന്നെ കിടക്കണം, എന്നാലേ ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് യൂസ് ചെയ്യണം. ഏതായാലും ഞാനതൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് കുറച്ച് കണ്ട് കാണാം. ചെങ്ങന്മാരെ, അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു പമ്പിൽ കിടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വീഡിയോന്നും വിരിക്കാറില്ല കേട്ടോ, ചൂടായിട്ടാണ് വീഡിയോന്നും വിരിക്കാത്തത്. അയാൾ വണ്ടി മാറ്റാൻ വന്ന ആളെ അവിടെ നിന്ന് എടുത്താണ്ട് മുന്നിക്കിടാൻ വേണ്ടിയിട്ട് വന്നു. ഇപ്പം ഞാൻ റോഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. റോഡിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല കേട്ടോ, നമ്മൾ നല്ല ഏരിയ തന്നെയാണ് ഉള്ളത്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഇന്നത്തെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചു. കാഞ്ചീപുരം കണ്ടില്ല എല്ലാവരും. നാളെ നമ്മൾ ചെന്നൈ പിടിക്കും കേട്ടോ, നാളെ നമ്മൾ ചെന്നൈ പിടിക്കണം. ചെന്നൈ കൂടെ ഒരു ദൂരമല്ല. ചെന്നൈ പോയി കരുതി നമ്മളെ ട്രിപ്പ് അവസാനിക്കുമല്ല, ചെന്നൈയിൽ അടുത്തത് സ്റ്റാർട്ടാവുകയാണ്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ല വീട് നാളെ വരെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.